ആൾക്കൂട്ട കൊലപാതകത്തിന് വിധേയമായ കുടുംബത്തിന് തീർച്ചയായും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് സഹായം നൽകണം. പാവപ്പെട്ട കുടുംബമാണ്. നിരാലംബരായ 2 മക്കളും ഒരു മാതാവുമാണ് ഉള്ളത്. അടിയന്തരമായി ഗവൺമെൻറ് ആ കുടുംബത്തെ സംരക്ഷിക്കാനുള്ള നടപടികൾ സ്വീകരിക്കണം. മനുഷ്യത്വരഹിതമായ ഒരു ആൾക്കൂട്ട കൊലപാതകമാണ് അവിടെ നടന്നത്. കേരളത്തിൽ ഒരിക്കലും നമുക്ക് ചിന്തിക്കാൻ കഴിയാത്ത സംഭവങ്ങളാണിതെല്ലാം. രാഷ്ട്രീയമായും സാമൂഹികമായും സാംസ്കാരികമായും മുന്നിൽ നിൽക്കുന്നുവെന്ന് നമ്മൾ അഭിമാനിക്കുന്ന കേരളത്തിലാണ് ഇത് നടന്നതെന്ന് നമ്മൾ ആലോചിക്കണം. അപ്പോൾ അടിയന്തരമായി ഗവൺമെൻറ് ആ കുടുംബത്തെ സംരക്ഷിക്കാനും അവർക്ക് വേണ്ട സാമ്പത്തിക സഹായം നൽകാനും മുന്നോട്ട് വരണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. പെരിന്തൽമണ്ണയിലുണ്ടായ സംഭവം വളരെ അപലപനീയമായ ഒന്നാണ്. ലീഗിൻ്റെ ഓഫീസ് തകർക്കുക, ലീഗ് പ്രവർത്തകരെ മർദ്ദിക്കുക, UDF പ്രവർത്തകന്മാർക്ക് നേരെ ഭീഷണി ഉയർത്തുക എന്നുള്ള പെരിന്തൽമണ്ണയിൽ മാത്രമല്ല, ഈ തെരഞ്ഞെടുപ്പ് പരാജയത്തിന് ശേഷം കേരളത്തിൻ്റെ പല ഭാഗത്തും ഇതുപോലെയുള്ള അക്രമ സംഭവങ്ങൾ CPM അരങ്ങേറുകയാണ്. ഈ അക്രമങ്ങൾ അവർ അവസാനിപ്പിക്കണം. തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടു എന്ന് കരുതി അക്രമത്തിൻ്റെ പാത സ്വീകരിക്കുന്ന ഒരിക്കലും ശരിയല്ല. അതുകൊണ്ട് ഊരിയ വാൾ അവർ ഉറയിലിടണം, അക്രമം അവസാനിപ്പിക്കണം. ഹർത്താൽ പിൻവലിക്കാനുള്ള കാരണം ജനങ്ങളുടെ ബുദ്ധിമുട്ട് കണക്കാക്കിക്കൊണ്ട് എടുത്തൊരു തീരുമാനമാണ്. അത് നല്ല തീരുമാനമാണ്, ഒരു സംശയവുമില്ല. ഈ വിജയത്തിന് മാറ്റി നിൽക്കുകയാണല്ലോ ഇപ്പോൾ. സ്വാഭാവികമായിട്ടും മുന്നണി വിപുലീകരണം അടക്കമുള്ള കാര്യങ്ങൾ നടത്തുന്നത്. ഇത്തരം കാര്യങ്ങൾ കൂടി ചർച്ച ഇന്നത്തെ UDF യോഗത്തിൽ ചർച്ച ചെയ്യും എന്നാണ് ഞാൻ കരുതുന്നത്. മറ്റൊന്ന് SIR-ആയിട്ട് ബന്ധപ്പെട്ട പ്രശ്നമാണ്. SIR-ൽ ഈ പുറത്താക്കപ്പെടുന്ന വോട്ടർമാരിൽ കൂടുതൽ അത് BJPക്ക് മേധാവിത്വമുള്ള മണ്ഡലങ്ങളിൽ നിന്നാണ്. കഴിഞ്ഞ ലോക്സഭാ മണ്ഡലങ്ങളിൽ അവർക്ക് എത്രമാത്രം മേധാവിത്വമുള്ള സ്ഥലങ്ങളാണോ അവിടെയാണ് ഏറ്റവും കൂടുതൽ ആളുകളെ പുറത്താക്കിയിരിക്കുന്നത്. അല്ല, കരട് ലിസ്റ്റ് വന്നിട്ടില്ല. കരട് ലിസ്റ്റ് വന്ന ശേഷം അത് പരിശോധിച്ച് അതിനുള്ള നടപടികൾ ഞങ്ങൾ സ്വീകരിക്കും. കാരണം കരട് ലിസ്റ്റ് കാണാതെ നമുക്കത് പറയാൻ കഴിയില്ല. കരട് ലിസ്റ്റ് വന്നാൽ മാത്രമേ അതിന് ആരൊക്കെ മാറ്റപ്പെട്ടു, എവിടെയൊക്കെ മാറ്റപ്പെട്ടു എന്ന് കണ്ടെത്താൻ കഴിയുള്ളൂ. അതിനനുസരിച്ചുള്ള നടപടികൾ പാർട്ടി മുന്നണിയും സ്വീകരിക്കും. ഇതിന് ശബരിമല സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് അന്തർദേശീയ മാഫിയ ഇതിൻ്റെ പിന്നിലുണ്ട്. ഇൻ്റർനാഷണൽ ആൻറ്റിക്സ് ലോബി ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ ഇൻ്റർനാഷണൽ ആൻറ്റിക്സ് സ്മഗ്ലേഴ്സിൻ്റെ പിന്നിലുണ്ട്. ആ വിവരങ്ങളാണ് എന്നോടൊരാൾ പറഞ്ഞത്. ആ വിവരങ്ങളാണ് ഞാൻ നമ്മുടെ SITക്ക് കൈമാറിയത്. SIT എനിക്ക് ആ വിവരം തന്നയാളിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ കൊടുത്തപ്പോൾ അദ്ദേഹത്തെ വിളിച്ച് ചോദ്യം ചെയ്തു, വിവരങ്ങൾ ആരാഞ്ഞു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അത് സംബന്ധിച്ചുള്ള അന്വേഷണങ്ങൾ നടക്കുകയാണ്. വാസ്തവത്തിൽ ഇതൊരു വലിയ കൊള്ളയാണ്. 500 കോടിയിലധികം വരുന്നൊരു കൊള്ളയാണ് നടന്നിരിക്കുന്നത്. ഉന്നത തലത്തിലുള്ള ആളുകളുടെ പിന്തുണയില്ലാതെ ഈ സ്വർണം കടത്തിക്കൊണ്ടുപോകാൻ കഴിയില്ല. ആ ഉന്നത രാഷ്ട്രീയ നേതൃത്വത്തിലേക്ക് കാര്യങ്ങൾ എത്തിയാൽ മാത്രമേ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. യഥാർത്ഥ കള്ളന്മാർ ഇപ്പോഴും മറഞ്ഞു നിൽക്കുകയാണ്. യഥാർത്ഥ കള്ളന്മാരെ പുറത്തു കൊണ്ടുവരാനുള്ള നടപടിയാണ് SITയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകേണ്ടത്. അതുണ്ടാകുമെന്ന് ഞാൻ കരുതുകയാണ്. കേരള പോലീസ് അന്വേഷിച്ചാൽ അത് തൃപ്തികരമാകും. കാരണം രാജ്യാന്തര മാഫി ഉള്ളത് കൊണ്ട് തന്നെ അത് കേരള പോലീസിനെ കൊണ്ട് സാധിക്കും. അത് അന്വേഷണ സംഘമാണ് തീരുമാനിക്കേണ്ടത്. കാരണം ഇന്ന് SITയുടെ പ്രവർത്തനത്തിൽ അതൃപ്തിയൊന്നും ഞങ്ങൾക്കില്ല. എനിക്ക് അവരുടെ പ്രവർത്തനത്തിൽ ആ ഉദ്യോഗസ്ഥന്മാരുടെ ക്രെഡിബിലിറ്റിയുടെ കാര്യത്തിലും എനിക്ക് സംശയമില്ല. പിന്നെ അന്തർദേശീയ തലത്തിലുള്ള കാര്യങ്ങൾക്ക് അവർക്ക് അന്വേഷിക്കാനുള്ള ജൂറിസ്ഡിക്ഷൻ ഉണ്ടോ എന്നുള്ളത് പരിശോധിക്കപ്പെടേണ്ടതാണ്. അത് SIT തന്നെയാണ് പറയേണ്ടത്. ഏതായാലും ശരി, ഈ സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട് ഇതുവരെയുള്ള സംഭവങ്ങൾ പരിശോധിച്ചാൽ സർക്കാരിൻ്റെ കള്ളക്കളി ഇതിൻ്റെ പിന്നിലുണ്ട്. പലരെയും രക്ഷിക്കാൻ സർക്കാർ ശ്രമിക്കുകയാണ്. അതുകൊണ്ടാണ് അറസ്റ്റ് ചെയ്യപ്പെട്ട 2 മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർ അവർക്കെതിരെ ഇതുവരെ ഒരു നടപടിയും പാർട്ടി എടുത്തിട്ടില്ല. എന്തുകൊണ്ടെടുക്കുന്നില്ല? ആ വലിയൊരു ചോദ്യമല്ലേ. എന്തുകൊണ്ട് തൊണ്ടി മുതൽ കണ്ടെത്തുന്നില്ല? കാരണം തൊണ്ടി മുതൽ എവിടെ പോയി? ഒരാളിനെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ക്രിമിനൽ നടപടി ചട്ടം അനുസരിച്ച് തൊണ്ടി മുതൽ കണ്ടെത്തണം. തൊണ്ടി മുതൽ കണ്ടെത്തിയോ? എവിടെയാണ് സ്വർണമെന്ന് കണ്ടെത്തിയോ? അപ്പോൾ ആ നിലയിലേക്ക് കാര്യങ്ങൾ മുന്നോട്ട് പോകണം. യഥാർത്ഥ വസ്തുത കണ്ടെത്തേണ്ടിയിരിക്കുന്നു. യഥാർത്ഥ കുറ്റവാളികളെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരുന്നത് വരെ ഞങ്ങൾ ഈ പോരാട്ടം തുടരും.